Today we can discuss in detail the items of profit and loss account. Okay. അപ്പോൾ നമുക്കറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഒരു എന്താ പറയുക ടോട്ടൽ ഇൻകം ഇൻക്ലൂഡ്സ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ആൻഡ് അതർ ഇൻകം. രണ്ട് ഹെഡിലായിട്ടാണ് ഇൻകം കാണിക്കുന്നത്. അതേപോലെ എക്സ്പെൻസസ് എന്ന് പറയുന്ന ഹെഡ്സ് ഏതെല്ലാണെന്നുള്ളത് നിങ്ങൾ നോക്കിക്കാണും. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് കൺസ്യൂംഡ്, പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്, ചേഞ്ചസ് ഇൻ ഇൻവെൻട്രീസ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, then employee benefit expenses, finance cost, depreciation and amortization expenses and other expenses. All these are added to get total expenses. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇങ്ങനെയാണ് നമ്മളെ എക്സ്പെൻസസ് വരുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവുകയാണ് ഏതൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ നിങ്ങൾ എടുക്കേണ്ടത് ഏതൊക്കെയാണ്? This heading includes the income earned by the enterprise from its main operating activities. Main operating activities എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാണ് വരുന്നത്? സെയിൽ ഓഫ് പ്രോഡക്റ്റ്, സെയിൽ ഓഫ് സർവീസസ് ആൻഡ് അതർ ഓപ്പറേറ്റിംഗ് റവന്യൂസ്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ സെയിൽസ് എന്നുള്ളതാണ് കാര്യമായിട്ട് നിങ്ങൾ ഇവിടെ കാണിക്കേണ്ടത്. ക്ലിയർ ആണോ? സെക്കൻഡ് ഹെഡ് എന്ന് പറയുന്നത് അതർ ഇൻകം ആണ്. അതർ ഇൻകത്തിൽ ഈ റവന്യൂ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്നല്ലാതെ ബിസിനസ്സിന് എന്തുണ്ടാവും? റവന്യൂ വരും. ആ റവന്യൂസ് ആണ് നിങ്ങൾ അതർ ഇൻകം എന്ന് പറഞ്ഞ് കാണിക്കേണ്ടത്. സോ അണ്ടർ ദിസ് ഹെഡ്, അതായത് അതർ ഇൻകത്തിൽ വരുന്ന മെയിൻ ഐറ്റംസ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡിവിഡൻഡ് റിസീവ്, അതേപോലെ അതർ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം, അങ്ങനെയുള്ള വേറെ ഏതെങ്കിലും ഇൻകംസ് ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ഐറ്റംസ് എല്ലാം നിങ്ങൾ എവിടെ കൊടുക്കേണ്ടത്? അതർ ഇൻകംസ് എന്ന് പറഞ്ഞിട്ട്. ക്ലിയർ ആണോ? ഇനി എക്സ്പെൻസസിൽ വരുന്ന ഫസ്റ്റ് ഐറ്റം ടോട്ടൽ മെറ്റീരിയൽസ് കൺസ്യൂംഡ് ആണ്. അപ്പോൾ ഈ ടോട്ടൽ മെറ്റീരിയൽസ് കൺസ്യൂംഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മെറ്റീരിയൽസ് കൺസ്യൂംഡ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽസ് പ്ലസ് purchases of materials during the year minus closing stock of materials. ഇവിടെ ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറയുന്നു, നമ്മൾ കണ്ടുപിടിക്കുന്നത് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് കൺസ്യൂംഡ് ആയതുകൊണ്ട് നിങ്ങൾ എടുക്കേണ്ടത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽസ് ആഡ് purchases, materials purchased during the current year minus closing stock of materials. മനസ്സിലായോ? ഇനി നമ്മളെ മൂന്നാമത്തെ ഐറ്റം എന്ന് പറയുന്നത് പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണ്. അപ്പോൾ ഈ പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് വരും, അതായത് പർച്ചേസ് ഓഫ് ഗുഡ്സ് വിത്ത് ഇൻറ്റൻഷൻ ടു റീസെൽ വിത്തൗട്ട് ഫെർദർ പ്രോസസ്സിങ്. അതായത് ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്യും. ഇപ്പം മാനുഫാക്ചറിങ് കമ്പനി അല്ല, ട്രേഡിംഗ് കമ്പനി ആണെങ്കിൽ, ഇപ്പോൾ സപ്പോസ് എന്താ പറയുക, ഒരു ചെരുപ്പ് കമ്പനി ആണെങ്കിൽ അവർ ചെരുപ്പ് ഹോൾസെയിൽ ഡീലേഴ്സിൻ്റെ അടുത്ത് നിന്ന് വാങ്ങി അവർ അതേപോലെ വിൽക്കുക ചെയ്യുന്നത്. അവിടെ ഒരു പ്രോസസ്സിംഗ് ഒന്നും നടക്കുന്നില്ല. അപ്പം അങ്ങനെ വാങ്ങുന്ന പർച്ചേസസ് ആണ് നിങ്ങൾ പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്ന് പറഞ്ഞ ഹെഡിൽ കൊടുക്കേണ്ടത്. ക്ലിയർ ആയോ? അപ്പോൾ പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡിൽ വരേണ്ടത് എന്താണ്? പർച്ചേസ് ഓഫ് ഗുഡ്സ് വിത്ത് ഇൻറ്റൻഷൻ ടു എന്താണ്? റീസെൽ വിത്തൗട്ട് ഫെർദർ പ്രോസസ്സിംഗ്. ക്ലിയർ ആണോ? ദെൻ നെക്സ്റ്റ് ഐറ്റം ചേഞ്ചസ് ഇൻ ഇൻവെൻട്രീസ്. ചേഞ്ചസ് ഇൻ ഇൻവെൻട്രീസ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, വർക്ക് ഇൻ പ്രോഗ്രസ് ആൻഡ് സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾ ഈ ചേഞ്ചസ് ഇൻ ഇൻവെൻട്രീസ് എന്ന് പറയുമ്പം നിങ്ങൾ എടുക്കേണ്ടത് എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ത് ചെയ്യണം നിങ്ങൾ? അതായത് ഇഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ഇസ് മോർ ദാൻ ദി ഓപ്പണിംഗ് സ്റ്റോക്ക്, ദ ഇൻക്രീസ് വിൽ ബി ഷോൺ ആസ് എ നെഗറ്റീവ് അഡ്ജസ്റ്റ്മെന്റ്. നേരെ തിരിച്ചിട്ടാണെങ്കിലോ, ഇഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ഇസ് ലെസ് ദാൻ ദി ഓപ്പണിംഗ് സ്റ്റോക്ക്, ദ ഡിക്രീസ് വിൽ ബി ഷോൺ ആസ് എ പോസിറ്റീവ് അഡ്ജസ്റ്റ്മെന്റ്. അപ്പം നിങ്ങളിവിടെ ഈ ഇതിൽ കാണിക്കേണ്ടത് ചേഞ്ചസ് ഇൻ ഇൻവെൻട്രീസിൽ കാണിക്കേണ്ടത് ഡിഫറൻസ് ബിറ്റ്വീൻ ഏതൊക്കെയാണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് കൂടുതലാണെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് അതാ പറഞ്ഞിട്ടുള്ളത്, ഇഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ഇസ് മോർ ദാൻ ദി ഓപ്പണിംഗ് സ്റ്റോക്ക് ഇറ്റ് ഈസ് ഷോൺ ആസ് എ നെഗറ്റീവ് അഡ്ജസ്റ്റ്മെന്റ്. നെഗറ്റീവ് ഫിഗർ വരെ നിങ്ങൾ നെഗറ്റീവ് എന്നുള്ള സൈൻ ഇടണമെന്നില്ല, ബ്രാക്കറ്റിൽ കാണിച്ചാൽ മതി. നേരെ തിരിച്ചാണെങ്കിൽ ഇഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ഇസ് ലെസ് ദാൻ ദി ഓപ്പണിംഗ് സ്റ്റോക്ക്, then that difference is shown as positive adjustment. Okay, positive figure ആയി കാണിക്കാം. Then next item, employee benefit expenses.
ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ദിസ് ഹെഡ് കവേഴ്സ് കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് സാലറീസ് ആൻഡ് വേജസ് ഓഫ് എംപ്ലോയീസ്. മെയിനായിട്ട് അതാ വരിക, സാലറീസ് ആൻഡ് വേജസ് ഓഫ് എംപ്ലോയീസ് ആൻഡ് അതർ എക്സ്പെൻസസ് ഇൻകേർഡ് ഓൺ എംപ്ലോയീസ് വെൽഫെയർ. ശ്രദ്ധിച്ചോളാം. അപ്പം ഈ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസിൽ ഷോർട്ട് ടേം എംപ്ലോയി ബെനിഫിറ്റ് വരാറുണ്ട്, പോസ്റ്റ് എംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സ് വരും, അതർ ലോങ് ടേം എംപ്ലോയി ബെനിഫിറ്റ്സ് ഉണ്ട്, termination benefits. 4 types of employee benefits are there. Short term employee benefits പറഞ്ഞാൽ ഒരു വർഷത്തിൽ കൊടുക്കുന്ന വേജസ്, സാലറി, അങ്ങനെയുള്ള ഐറ്റംസ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഷോർട്ട് ടേം എംപ്ലോയി ബെനിഫിറ്റ്സ് എന്ന് പറയാം. നേരെ മറിച്ച് പോസ്റ്റ് എംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സിനെയാണ്. അതായത് എംപ്ലോയ്മെന്റ് കഴിഞ്ഞതിന് ശേഷം, അതാണ് പോസ്റ്റ് എംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സ് എന്ന് പറയും. അപ്പം പെൻഷൻ അതേപോലെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ കാണിക്കേണ്ടത് പോസ്റ്റ് എംപ്ലോയ്മെന്റ് ബെനിഫിറ്റിൽ. പിന്നെ അതർ ലോങ് ടേം എംപ്ലോയി ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ ലോങ് ടേം പെയ്ഡ് ആബ്സെൻസസ്, അതേമാതിരി അങ്ങനെയുള്ള വല്ല സംഭവങ്ങൾ ഉണ്ടാവും. ജൂബിലി ഓർ അതർ ലോങ് ടേം ബെനിഫിറ്റ്സ് ആൻഡ് ലോങ് ടേം ഡിസബിലിറ്റി ബെനിഫിറ്റ്സ്. ടെർമിനേഷനിൽ ടെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന ബെനിഫിറ്റ്സിനെയാണ് നമ്മൾ ടെർമിനേഷൻ ബെനിഫിറ്റ്സ് എന്ന് പറയാം. അപ്പം ഈ കമ്പനീസ് ആക്ട് 2013 പറയുന്നത് ദ ഫോളോയിങ് കോമ്പണൻസ് ഓഫ് എംപ്ലോയി ബെനിഫിറ്റ്സ് ആർ ടു ബി ഡിസ്ക്ലോസ്ഡ് എന്നാണ്. അതായത് സാലറീസ് ആൻഡ് വേജസ്, കോൺട്രിബ്യൂഷൻ ടു പ്രോവിഡന്റ് ഫണ്ട് ആൻഡ് അതർ ഫണ്ട്സ്, ഷെയർ ബേസ്ഡ് പേയ്മെന്റ് ടു എംപ്ലോയീസ് ആൻഡ് സ്റ്റാഫ് വെൽഫെയർ എക്സ്പെൻസസ്. ഇത് സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിരിക്കണം എന്നുള്ളതാണ്. അപ്പം എംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സിൽ ഏതാണ് എന്നുള്ളത് ക്ലിയർ ആയല്ലോ. ദ നെക്സ്റ്റ് ഐറ്റം ഫിനാൻസ് കോസ്റ്റ്. ഫിനാൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ബിസിനസ് എന്റർപ്രൈസ് മേ ബോറോ മണി ഫോർ മീറ്റിംഗ് ഇറ്റ്സ് ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്. അതായത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടാവും, അങ്ങനെയുള്ള ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെ ബോറോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി കൊടുക്കുന്ന എക്സ്പെൻസസിനെയാണ്, അതായത് കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് സച്ച് ബോറോയിങ്സ് ഇസ് ക്ലാസിഫൈഡ് അണ്ടർ ദിസ് ഹെഡിങ്. ഓർത്ത് വെച്ചോളാം. ഫിനാൻസ് കോസ്റ്റിൽ ഏതൊക്കെയാണ് വരേണ്ടത്? ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് കാണിക്കണം, ഇൻട്രസ്റ്റ് ഓൺ ലോൺ അല്ലെങ്കിൽ ഡിബെഞ്ചേഴ്സ്. അതേപോലെ ഡിവിഡൻറ്റ് ഓൺ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്, പ്രത്യേകം നോട്ട് ചെയ്തോളാം. പ്രിഫറൻസ് ഷെയർസ്, റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത് ഒരു തരം ബോറോയിങ് പോലെയാണ്, എപ്പോഴും നമ്മൾ തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പം അതിന് കൊടുക്കുന്ന ഡിവിഡൻറ്റ്. Then exchange differences regarded as an adjustment to borrowing cost and other borrowing cost. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യങ്ങളൊക്കെയാണ് ഫിനാൻസ് കോസ്റ്റിൽ. The next item is depreciation and amortization expenses. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു നോൺ കറന്റ് അസറ്റ് ഡിപ്രീഷിയേറ്റ് ചെയ്യും. നോൺ കറന്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് കുറേ വർഷത്തേക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ള സാധനമാണ്. അപ്പം മാച്ചിങ് പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് എന്തായിരിക്കണം, കോസ്റ്റ് ഓഫ് സച്ച് ആൻ അസറ്റ് ഷുഡ് ബി അപ്രോപ്രിയേറ്റഡ് ഓവർ ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ്. ഒരു 10 വർഷമാണ് നമ്മൾ അതിൻ്റെ ലൈഫ്, എസ്റ്റിമേറ്റഡ് ലൈഫ് എങ്കിൽ ആ 10 വർഷം കൊണ്ട് അത് തേഞ്ഞു പോകുന്നതായിട്ടാണ് നമ്മൾ കണക്കാക്കുക. 10 വർഷം കൊണ്ട് ഇപ്പോൾ 10 ലാഖിൻ്റെ ഒരു അസറ്റാണ് 1 ലാഖ് വെച്ചിട്ട് ഓരോ വർഷം ഡിപ്രീസിയേഷനായി കണക്കാക്കും. അപ്പം ഈ ഡിപ്രീസിയേഷൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ട, ഈ ഡിപ്രീസിയേഷൻ എന്നുള്ള ടേം നമ്മൾ എപ്പോഴും പറയാം ടാൻജിബിൾ ഫിക്സഡ് അസറ്റിനെയാണ്. അതായത് മെഷീനറി, ഫർണിച്ചർ, ബിൽഡിംഗ്, വെഹിക്കിൾസ് എക്സെട്ര, അതിൻ്റെ വെയർ ആൻഡ് ടയർ ആണ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ് പറയാം. നേരെ മറിച്ച് എമോർട്ടൈസേഷൻ എന്നുള്ള ടേം യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്, ഇൻടാൻജിബിൾ ആണെങ്കിൽ. വെൻ ദി കോസ്റ്റ് ഓഫ് എൻ ഇൻടാൻജിബിൾ അസറ്റ്, അതായത് പേറ്റന്റ്, സോഫ്റ്റ്വെയർ, കോപ്പിറൈറ്റ് എക്സെട്ര, ഇറ്റ് ഈസ് അപ്രോപ്രിയേറ്റഡ് ഓവർ ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ്, അതിനെയാണ് നമ്മൾ എമോർട്ടൈസേഷൻ എന്ന് പറയാം. അപ്പോൾ ഈ എമോർട്ടൈസേഷനും ഡിപ്രീസിയേഷനും എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക, അത് സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിരിക്കണം. അപ്പോൾ ഡിപ്രീസിയേഷൻ ഓൺ പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്, അതേപോലെ എമോർട്ടൈസേഷൻ ഓഫ് ഇൻടാൻജിബിൾ അസറ്റ്സ്, ഇതാണ് നിങ്ങൾ ഏതിൽ കാണിക്കേണ്ടത്, ഡിപ്രീസിയേഷൻ ആൻഡ് എമോർട്ടൈസേഷൻ എക്സ്പെൻസസിൽ. ക്ലിയർ ആണോ? ഇനി അതർ എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് ബാക്കിയെല്ലാം, അതായത് ബാക്കിയെല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് നോട്ട് കവേർഡ് അണ്ടർ ഏർലിയർ ഹെഡിങ്സ്, ഈ പറഞ്ഞതിലൊന്നും എടുക്കാത്ത, ഇപ്പോൾ റെന്റ് പെയ്ഡ്, കമ്മീഷൻ പെയ്ഡ്, അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ടാവും. മാനുഫാക്ചറിങ് എക്സ്പെൻസസ്, ജനറൽ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ്, സെല്ലിംഗ് ആൻഡ് മാർക്കറ്റിംഗ് എക്സ്പെൻസസ് ഒക്കെ, ഇതെല്ലാമാണ് നിങ്ങൾ എവിടെ കൊടുക്കേണ്ടത്, അതർ എക്സ്പെൻസസ് എന്നുള്ള ഹെഡിൽ കാണിച്ചിരിക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ടോട്ടൽ എക്സ്പെൻസസ്. ടോട്ടൽ ഇൻകമായി
ടോട്ടൽ എക്സ്പെൻസസ് ആയി. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഡിഫറൻസ് അതായത് ടോട്ടൽ റവന്യൂന്ന് ടോട്ടൽ എക്സ്പെൻസസ് മൈനസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം, പ്രോഫിറ്റ് ബിഫോർ എക്സെപ്ഷണൽ ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ആൻഡ് ടാക്സ്. അതായത് ടാക്സും എക്സെപ്ഷണൽ ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് എടുക്കുന്നതിന് മുന്നേ ഉള്ള പ്രോഫിറ്റ് നമുക്ക് കിട്ടി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എക്സെപ്ഷണൽ ഐറ്റംസ് വല്ലതും ഉണ്ടോ എന്നുള്ളത് നോക്കുക. എക്സെപ്ഷണൽ ഐറ്റംസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് നിങ്ങൾ അവിടെ കാണിക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പം നെക്സ്റ്റ് ഐറ്റം ഇസ്, അപ്പോൾ പ്രോഫിറ്റ് ബിഫോർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റം ആൻഡ് ടാക്സ് കിട്ടും. പിന്നെ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് വല്ലതുണ്ടെങ്കിൽ കാണിക്കുക, പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടും. അത് കഴിഞ്ഞിട്ട് ടാക്സ് മൈനസ് ചെയ്യുക, ബോത്ത് കറന്റ് ടാക്സ് ആൻഡ് ഡെഫേർഡ് ടാക്സ്. യു വിൽ ഗെറ്റ് പ്രോഫിറ്റ് ഫോർ ദ പീരിയഡ് ഫ്രം കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ്. മനസ്സിലായല്ലോ? ഇനി അതിൻ്റെ കൂടെ വല്ല പ്രോഫിറ്റ് ഫ്രം ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ പ്രോഫിറ്റ് ഫ്രം കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസും ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസും ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും, അതായത് പ്രോഫിറ്റ് ഫോർ ദ പീരിയഡ് ഫ്രം കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ ടാക്സ്, അതേപോലെ തന്നെ പ്രോഫിറ്റ് ഫ്രം ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ് ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ എത്രയാണോ പ്രോഫിറ്റ് ഓർ ലോസ് ഫ്രം ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ് എടുക്കുക, അതിൻ്റെ ടാക്സ് ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷന് ടാക്സ് എക്സ്പെൻസ് മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഫ്രം ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ് ആഫ്റ്റർ ടാക്സ്. അപ്പോൾ ഈ ആഫ്റ്റർ ടാക്സ് ഉള്ള ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസും അതേപോലെ കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ് എന്നുള്ള പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് യു വിൽ ഗെറ്റ് ദ ടോട്ടൽ പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരിയഡ്. ഓക്കെ, ഇനി എന്നിട്ട് ഇതോടുകൂടി പ്രോഫിറ്റായി ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നിങ്ങൾ എന്ത് കാണിക്കണം, EPS കാണിക്കണം, ഏർണിങ്സ് പെർ ഇക്വിറ്റി. ഏർണിങ്സ് പെർ ഇക്വിറ്റി ഇന്നലെ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. ബേസിക് ഉണ്ടെങ്കിലും ഡൈല്യൂട്ടഡും രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ഈ പ്രോഫിറ്റ് ഇവിടെ ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്, ഇതിൻ്റെ അകത്ത് നിങ്ങളെ കോംപ്രഹെൻസീവ് ഇൻകം കാണിച്ചിട്ടില്ല. അപ്പോൾ ശരിക്കും ഈ ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ് ഉണ്ടല്ലോ, ഡിസ്കണ്ടിന്യൂയിങ് ടോട്ടൽ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് ഏത് കാണിക്കാം, അതർ കോംപ്രഹെൻസീവ് ഇൻകംസ് ഉണ്ടെങ്കിൽ കാണിച്ചിരിക്കണം എന്നുള്ളതാണ്. ഇന്നലെ ഞാൻ പറഞ്ഞ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ലേ, ഇപ്പോൾ ഇതേപോലെ അതർ കോംപ്രഹെൻസീവ് ഇൻകം ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിരിക്കണം, എന്നാലേ നിങ്ങൾക്ക് ടോട്ടൽ ഇൻകം കിട്ടുന്നുള്ളൂ, ടോട്ടൽ കോംപ്രഹെൻസീവ് ഇൻകം എന്ന് പറയും. അപ്പോൾ UG ലെവലിലൊക്കെ നമുക്ക് ചെറിയ പ്രോബ്ലംസ് ഒക്കെ ചോദിക്കുള്ളൂ, എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്, ഇങ്ങനെയാണ് അതിൻ്റെ ഫോർമാറ്റ് എന്നുള്ളത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് നോക്കാം, ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ. ഈ അതർ കോംപ്രഹെൻസീവ് ഇൻകത്തിൽ ഏതൊക്കെയാണ് വരിക എന്ന് വെച്ചാൽ, ഇൻകംസ് ആൻഡ് എക്സ്പെൻസസ് ദാറ്റ് ആർ നോട്ട് റെക്കഗ്നൈസ്ഡ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതായത് ഇൻറ്റേഴ്സ് പ്രകാരം പെർമിറ്റ് ചെയ്യാത്ത വല്ല ഐറ്റംസ് ഉണ്ടെങ്കിൽ അതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, അതിൽ വരുന്നത് ഏതൊക്കെയാണ്, ചേഞ്ച് ഇൻ റീവാല്യൂഷൻ സർപ്ലസ്, അതേപോലെ ഇപ്പോൾ റീവാല്യൂഷൻ സർപ്ലസ് ഉണ്ടെങ്കിൽ അത് കാണിക്കണം. അതേമാതിരി റീമെഷർമെൻറ്റ്സ് ഓഫ് ഡിഫൈൻഡ് ബെനിഫിറ്റ് പ്ലാൻ, ഇക്വിറ്റി ഇൻസ്ട്രുമെൻറ്റ്സ് ത്രൂ അതർ കോംപ്രഹെൻസീവ് ഇൻകം, ഫെയർ വാല്യൂ ചേഞ്ചസ് റിലേറ്റിംഗ് ടു ഓൺ ക്രെഡിറ്റ് റിസ്ക് ഓഫ് ഫിനാൻഷ്യൽ ലയബിലിറ്റീസ്, അതേപോലെ ഷെയർ ഓഫ് അതർ കോംപ്രഹെൻസീവ് ഇൻകം ഇൻ അസോസിയേറ്റ് ആൻഡ് ജോയിൻറ്റ് വെഞ്ചേഴ്സ്. അപ്പം ഇങ്ങനെ വല്ല ഐറ്റംസ് തന്നിട്ടുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ അതർ കോംപ്രഹെൻസീവ് ഇൻകത്തിൽ കൊടുക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.